സ്കൂട്ടറിലെ പെട്രോള് തീർന്നു പോയോ? അതൊന്നും അല്ല ചേട്ടാ പ്രശ്നം. ഈ സ്കൂട്ടർ ഞങ്ങൾ പത്തുലുവിന്റെ അമ്മാവന്റെ കയ്യിൽ നിന്ന് മേടിച്ചതാ. പക്ഷേ ഹെൽമെറ്റ് ധരിക്കാതെ വണ്ടി ഓടിക്കരുതെന്നല്ലേ നമ്മുടെ നാട്ടിലെ നിയമം. അത് നമ്മുടെ ജീവനും അപകടത്തിലാക്കും. മാത്രമല്ല പോലീസും പിടിക്കും. അതുകൊണ്ട് ഹെൽമെറ്റ് വെക്കുന്ന കട തപ്പി ഇറങ്ങിയതാ. ഇവിടെ എവിടെയും കണ്ടില്ല. ഇവന്മാർക്ക് ഈ പഴയ കിരീടമങ്ങ് വിറ്റേക്കാന്ന് തോന്നുന്നു. എത്ര വർഷമായിട്ട് ചുമ്മാ കിടക്കുക, ആരും വാങ്ങണമില്ല. ഇതാ കിടക്കണ് തേടിയ വള്ളി കാലേ ചുറ്റിയ പോലെയായി. എന്റെ ചേട്ടന്മാരെ, നിങ്ങൾക്ക് എന്നെ കൊണ്ട് വല്ല ഉപകാരം വേണ്ടേ? ഞാൻ നിങ്ങൾക്കൊരു ഇന്ത്യൻ ഹെൽമെറ്റ് തരാൻ പോവാ. ഹെൽമെറ്റ് എന്ന് പറഞ്ഞ വലിയ വലിയ രാജാക്കന്മാരിട്ടുകൊണ്ടിരുന്ന ഹെൽമെറ്റാ. ഇത് കിരീടമല്ലേ? ഹെൽമെറ്റ് എവിടെ? ആ ഇതല്ല ഇന്ത്യൻ ഹെൽമെറ്റ്. എന്ത് പറ്റി? സംശയം എന്താ? പിന്നെ നിങ്ങളും ഈ പറഞ്ഞ പോലെ ഫുർഫുരി നഗരത്തിലെ രാജാക്കന്മാരാണല്ലോ. എന്ത്? അത് ശരിയാ. പിന്നെ എന്തത്ര ആലോചിക്കണേ? ഇതൊന്ന് കൊണ്ടുപോയിട്ടൊന്ന് കലക്ക് നന്നായിട്ട്. ഞാനാണെങ്കിൽ ഇത് വളരെ വില കുറച്ച് തന്നേക്കാം. വില കുറച്ച് തരാന്നോ? എത്ര രൂപയ്ക്ക് തരും? നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അതാ. അതെനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടാ. അങ്ങനെ അവസാനം ഈ പുലിവാല കയ്യിൽ നിന്ന് അങ്ങ് ഒഴിവായി. അല്ല, ഈ മിന്നൽ എവിടെന്നാ വന്നേ? അല്ലയോ മന്ത്രി പുങ്കവ, ഇത് നമ്മുടെ രഥമാണ്. പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചു വരാം. മതി മതി, കണ ഗുണാന്ന് പറഞ്ഞത് നിർത്ത. വണ്ടി എടുക്കാൻ നോക്കും മോട്ടു. എന്താ വിളിച്ചത്? മോട്ടു എന്നോ? നിനക്കെന്തൊരു ധൈര്യം ഫുർഫുറി രാജ്യത്തെ മഹാരാജാവിനെ പേരെടുത്ത് വിളിക്കാൻ? മന്ത്രി പുങ്ക, ആദ്യമായതുകൊണ്ട് ഈ തെറ്റ് നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഇത് ആവർത്തിച്ചാൽ കഴുത്തിന് മുകളിൽ തല കാണില്ല. ശരി ശരി, ഇപ്പൊ വണ്ടി എടുക്ക. എന്താ പറഞ്ഞത്? ഞാൻ വാഹനം ഓടിച്ച് നിന്റെ സാരഥിയാവണമെന്നോ? എന്തൊരു അഹങ്കാരം! ഞാൻ രാജാവാണ്. ഞാൻ ഇരിക്കും, നീ വണ്ടി ഓടിക്കും. സാരഥി, വാഹനം എടുക്കൂ. എന്നാ പിന്നെ ഹെൽമെറ്റ് എനിക്ക് താ. എന്റെ കിരീടം വേണമെന്നോ? രാജ്യദ്രോഹിയായ കഴുതേ, ഇത് പിടിച്ചോ. മന്ത്രി താഴോട്ട് ഇറങ്ങി വരൂ. വാഹനം ഓടിക്കാനുള്ളതാണ്. തല കറങ്ങുന്നു, എന്റെ തല കറങ്ങുന്നു. അല്ല, ഇതവന് എന്താ സംഭവിച്ച? ഇവന്റെ നടത്തവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോ രാജാവിനെ പോലെ തന്നെ ഉണ്ട്. ഇവൻ അടിച്ച അടിയാണെങ്കിൽ നല്ല വേദനയുണ്ട്. ഇത്രയും ശക്തി ഇവൻ എവിടെ നിന്ന് കിട്ടി? ഇതിലെന്തോ പ്രശ്നമുണ്ട്. മന്ത്രി പുങ്ക, എന്റെ കിരീടത്തിൽ വീണ്ടും നീ മോഹിക്കുമോ? ഇല്ല മഹാരാജാവേ, ഇനി ഈ തെറ്റ് ആവർത്തിക്കില്ല. വരൂ, നമുക്ക് ചെന്ന് നമ്മുടെ പ്രജകളുടെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിക്കാം. അല്ല സഹോദര, സമോസ ഉണ്ടാക്കി കഴിഞ്ഞുവോ? എന്തോന്നാണ് ഈ പുതിയ നാടകം? വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾക്ക്? സമോസയുടെ വിലയൊക്കെ തിരക്കുന്നുണ്ടല്ലോ. ആദ്യം തരാനുള്ള പറ്റുക. മന്ത്രി പുങ്ക, ഇയാൾ എന്താണ് പറയുന്നത്? നീ നമ്മുടെ പ്രജകളിൽ നിന്നും ഔദാര്യം പറ്റുന്നുണ്ടോ? ഇത് നാം ഒരിക്കലും അനുവദിക്കില്ല. എന്റെ മന്ത്രിയുടെ കൊള്ളരുതായ്മയ്ക്ക് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കും. ഇന്ന് തന്നെ എന്റെ ഖജനാവിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് 100 സ്വർണ്ണ നാണയങ്ങൾ നൽകുന്നതായിരിക്കും. പത്ലു, ഈ മോട്ടൂന് എന്തു പറ്റി? ഇനി പിരിയെങ്ങാനും ഇളകിയോ? എന്റെ ചേട്ടാ, എന്താന്നറിയില്ല, കുറച്ചു നേരമായിട്ട് പൊട്ടത്തരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവനോടൊന്ന് സംസാരിച്ച് നിൽക്ക്. ഞാൻ ഡോക്ടർ ജഡ്കൊക്കെ ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാം. ചായക്കാരാ, നിങ്ങൾ മഹാരാജാവിനുള്ള സമൂസയും ജിലേബിയും ഒക്കെ ഒന്ന് തയ്യാറാക്ക്. ഞാൻ പോയി സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുവരാം. ശരി മന്ത്രി മുഖ്യ. ഇതുകൊണ്ട് എന്താവാനാ? ധാരാളം കൊണ്ടുവരൂ. ഇതിന്റെ പൈസ ആയിരുന്നു എന്റെ തന്ത തരുവോ? മന്ത്രി പുങ്ക, എന്നെ അപമാനിച്ചിരിക്കുന്നു. നിന്നെ നാം വെറുതെ വിടില്ല. വരൂ, നമുക്ക് യുദ്ധക്കളത്തിൽ വെച്ച് കാണാം. ഇന്ന് തന്നെ നിന്റെ കണക്കൊക്കെ തീർത്തു തരാം. എത്ര കാലമായി ഇങ്ങനെ ഒരു അവസരം ഞാൻ നോക്കി നിൽക്കുന്നു. ഇന്ന് നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. നിന്റെ ദൈവത്തിനോട് യാചിച്ചോളൂ. ഇന്ന് 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 അന്ത്യം എന്റെയല്ല, അന്ത്യം നിന്റേതാ. ഈ നിമിഷത്തിന് വേണ്ടിയാ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. എന്നാ പിടിച്ചോ, ഇതും കൂടെ, ഇതും കൂടെ. അത്രയ്ക്ക് ധൈര്യമോ? വായോ വായോ. മഹാരാജാവേ, ഒന്ന് നിർത്തേ.
എനിക്കെന്താ പറ്റിയത്? ഞാൻ എന്തായി കാണിച്ചത്? നമ്മൾ എന്തിനാ ഇങ്ങനെ തല്ലുകൂടുന്നത്? എവിടെ എന്റെ കിരീടം? എന്നെ അപമാനിച്ചതിന് നിനക്ക് ശിക്ഷ തന്നേ മതിയാവൂ. ഇന്ന് തന്നെ ഞാൻ കഴിവിലേറ്റുന്നതായിരിക്കും. മന്ത്രി പുങ്ക, അടുത്തേക്ക് വരരുത്. ഓ, ഈ കിരീടം വെക്കുമ്പോൾ മാത്രമാണ് അവന് മഹാരാജാവാണെന്ന് തോന്നൽ വരുന്നത്. ഈ കിരീടത്തിൽ എന്തോ ശക്തിയുണ്ട്. ഒരു വട്ടളകി തോന്നലേ. നിർത്ത്. നിങ്ങളീ മോട്ടോനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? എന്തിനാണ് നിങ്ങൾ എന്നെ ഈ വിധം തടവിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ മന്ത്രിയെ വിളിച്ചിട്ട് 20 ലക്ഷത്തിന്റെ സ്വർണ്ണ നാണയം ഇവിടെ എത്തിക്കാൻ പറയേ. ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങള് കൊല്ലുന്ന കൂടി പറഞ്ഞേക്ക. മൊട്ടു 20 ലക്ഷം കൂടുതലാണെങ്കിൽ 15 ലക്ഷം ചോദിച്ചോ. ഇത് നോക്കിയേ ബോസ്, എന്നെ എന്തൊക്കെയാ ചെയ്തെന്ന് നോക്കിയേ ബോസ്. എന്നെ മോട്ടു എന്ന് വിളിക്കുന്നു. ഞാൻ മഹാരാജാവ് മോട്ടേശ്വരാണ്, ഫുർഫുറി രാജ്യത്തെ രാജാവ്. എനിക്ക് വെറും 15 ലക്ഷം മാത്രമേ ഉള്ളൂ. ചെറിയ മനുഷ്യർക്ക് ചെറിയ ചിന്തകൾ മാത്രം. മഹാരാജാവേ, അല്ല അങ്ങുന്നേ, എത്രയാ വേണ്ടെന്ന് പറഞ്ഞാ മതി. കുറഞ്ഞത് ഒരു 20 കോടിയെങ്കിലും ചോദിക്കൂ. എന്താ പറഞ്ഞ? ആ, 20 കോടിയോ? നീ ഇത് കേട്ടോ നമ്പർ 2? ഇവരെ എഴുന്നേൽപ്പിക്ക്. 20 കോടി കൈക്കലാക്കാനുള്ളതല്ലേ. മഹാരാജാവേ, അങ്ങയുടെ മന്ത്രിയെ വിവരമറിയിച്ച് 20 കോടി അയക്കാൻ കൽപ്പിച്ചാലും. ഞാൻ മഹാരാജാവാണ്. ഞാൻ ആർക്കും ഫോൺ ചെയ്യാറില്ല. പ്രജകൾ എനിക്കാണ് ഫോൺ ചെയ്യാറ്. നിങ്ങൾ എന്റെ മന്ത്രി പുങ്കനെ കണ്ടുപിടിച്ച് ഈ സന്ദേശം അറിയിക്കൂ. അതുവരെ എന്റെ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. എന്റെ സന്തോഷമാണ് നിങ്ങളുടെ സന്തോഷം. എന്നെ ചൊറിഞ്ഞാൽ എല്ലാം മനസ്സിലായി പ്രഭു, എല്ലാം മനസ്സിലായി. നമ്പർ 1 നീ പോയി പത്ലൂനെ കണ്ടുപിടിക്കണം. നമ്പർ 2 നീ മഹാരാജാവിനുള്ള ഭക്ഷണം എടുത്തു വെക്കണം. മനസ്സിലായോ? ആ പത്തിലും ഇതുവരെ വന്നില്ലല്ലോ. ഈ രാജാവാണെങ്കിൽ ഒടുക്കത്തെ തീറ്റ തിന്നാൻ വേണ്ടി ഉണ്ടായ രാജാവാണെന്ന് തോന്നുന്നു. ഇനി വാങ്ങാനാണെങ്കിൽ കയ്യിലും ചില്ലി കാശ് പോലും ഇല്ല. ഏയ് കാവൽക്കാരാ, കേൾക്കുന്നുണ്ടോ? കാവൽക്കാരനോ? ഞാനോ? എന്താ രാജാവേ? ഞാനൊരു ഭടനോട് ഭക്ഷണം എത്തിക്കാൻ പറഞ്ഞിരുന്നു. അവൻ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. വന്നുകൊണ്ടിരിക്കുകയായിരിക്കും മഹാരാജാവേ. കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? മഹാരാജാവ് നീണാൽ വാഴട്ടെ. മഹാരാജാവേ, നിങ്ങൾ 20 കോടി രൂപയുടെ ഉത്തരവാണ് പുറപ്പെടുവിച്ചത്. എന്നാൽ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത്രയും രൂപ സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒരു ബാങ്കും തരുന്നില്ല. അതുകൊണ്ട് 20 കോടി രൂപയ്ക്കുള്ള സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്പർ 2, നീ ഇത് കേട്ടോ? 20 കോടിയുടെ സ്വർണ്ണ നാണയങ്ങൾ. ഇവനെ എണീപ്പിക്കും. പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ ബോക്സിലുണ്ട്, എടുത്തോളൂ. ഈ ചിങ്ങയുടെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇറ്റ് ഈസ് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. ഹാൻഡ്സ് അപ്പ്. ജോൺ, ഞങ്ങളുടെ കയ്യിൽ സ്വർണങ്ങളൊന്നുമില്ല. ഈ സ്വർണത്തിന്റെ കിരീടം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങളത് എടുത്തോളൂ. എനിക്ക് വേണം, എനിക്ക് മിണ്ടാതിരിക്ക. എന്താ ഇവിടെ നടക്കുന്നത്? ഞാനാണ് കിങ് ജോൺ ദ ഡാൻ. ആരെവിടെ? എത്രയും പെട്ടെന്ന് പോയി ഫുർഫുറി നഗരം കൊള്ളയടിക്കൂ. എല്ലാം നശിപ്പിക്കണം, മോഷ്ടിക്കണം, അവരെയൊക്കെ തടവിലാക്കണം, എന്റെ ഖജനാവ് നിറയ്ക്കണം. എന്നിട്ട് ഈ മൊട്ടത്തലേന്റെ കഥയങ്ങ് തീർത്തേക്കണം. ബോസ്, അവന്റെ മുറം പോലുള്ള വയറോ അതോ മൊട്ടത്തലയോ? അതിന് അവന്റെ തലക്കകത്തൊന്നുമില്ലല്ലോ, മൊത്തം വയറ്റിലല്ലേ.
തലങ്ങ് വിലങ്ങ് വെട്ടിക്കളഞ്ഞേക്കണം. The name is Chingam. I am King Chingam. ഞാനാണ് ചിങ്കം രാജാവ്. രാജാതിരാജൻ ചിങ്കം. രാജാ വിജയരാജ ചിങ്കം. രാജാ വിജയരാജ ദ ഗ്രേറ്റ് ചിങ്കം. നിർത്ത മനസ്സിലായി. ഇനിയൊന്നും പറയണ്ട. കിരീടം ഇങ്ങ് തിരിച്ചെടുക്കണം. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മഹാരാജാവ് പോലീസ് വിജയിക്കട്ടെ. പറയൂ. രാജാതിരാജൻ, രാജമാണിക്യൻ, രാജവാർത്താണ്ഡൻ. കേൾക്കുന്നുണ്ട്. അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ രാജ്യത്തിലേക്ക് 2 ദേശദ്രോഹികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അങ്ങ് ആജ്ഞാപിക്കുകയാണെങ്കിൽ അവരെ അങ്ങ്... ആരാണവർ? അവരെ അങ്ങ് തീർത്തേക്ക്. നമ്മുടെ ദേശത്ത് കുറ്റവാളികൾ ഉണ്ടാവാൻ പാടില്ല. ആരാണെങ്കിലും ശരി, പറയൂ ആരാണത്? മഹാരാജാവേ, ആ നീചന്മാർ ഇവരാണ്. ഒട്ടകവും പത്തലവും. പിടിക്കവരെ, കൊന്നുകളഞ്ഞേക്ക്. അവരെ വിടരുത്. ഇൻസ്പെക്ടർ സാറ്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞങ്ങൾ മോട്ടും പത്രവും നിങ്ങളുടെ കൂട്ടുകാരോ? ഇനി നിങ്ങളെ രക്ഷപ്പെടുത്താനാവില്ല. ഇതിന്റെ പ്രതികാരം ഇത് ഞാൻ തീർത്തിരിക്കുക. വിടരുത്, കൊന്നേക്ക്. അവരെ അങ്ങ് കൊന്നേക്ക്. Watch India's largest kids library only on Jio Hotstar. Download the app now.